വഖഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ബിജെപി. നാളെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. പ്രതിഷേധ തിര എന്ന പേരിൽ നടത്തുന്ന മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ശാലിനി ചെയ്തു. ശാലിനി, ഇത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട പ്രാദേശികമായ ഒരു വിഷയമായി കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണോ ഈ പ്രതിഷേധ തിര ഉയരാൻ പോകുന്നത്? വീണ, മുനമ്പത്ത് മാത്രമല്ല ചെല്ലാനത്തും സമാനമായ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ, ഒപ്പം തന്നെ വഖഫ് ബോർഡിന്റെ അധിനിവേശം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന്റെ പൊതുവായ ഒരു വിഷയമായി ഇതിനെ കണ്ടുകൊണ്ട് എല്ലാ രീതിയിലും ഇതിനെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനായി ബി സമയം കണ്ടെത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ, ഒപ്പം തന്നെ മുനമ്പം പ്രധാന പരിഗണന നൽകിക്കൊണ്ട് ബി സമരം ശക്തമാക്കിയത്. ഇതിന്റെ തുടർച്ച എന്നോണമാണ് നാളെ സെക്രട്ടേറിയറ്റിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന മൃദു സമീപനം, ഒപ്പം തന്നെ മുനമ്പം അടക്കമുള്ള മേഖലകളിൽ നിന്ന് വഖഫ് ബോർഡിന്റെ അധിനിവേശം ഉണ്ടാകുമ്പോൾ പടിയിറക്കപ്പെടുന്ന കുടുംബങ്ങൾക്കൊപ്പം നിൽക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി പ്രതിഷേധം ശക്തമാക്കുന്നത്. പ്രതിഷേധ തിര എന്ന പേരിലാണ് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് ബി സംസ്ഥാന നേതൃത്വം സംഘടിപ്പിക്കുകയും ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഈ പ്രതിഷേധ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു സൂചനാ സമരം എന്നോണമാണ് ബി ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തെ കാണുന്നതെങ്കിൽ പോലും മുനമ്പത്തെയും ഒപ്പം തന്നെ ചെല്ലാനം അടക്കമുള്ള മേഖലകളിലെയും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനിരയാകുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം അണിചേരുക എന്നുള്ളതാണ് ബി പ്രഖ്യാപനം. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ മാർച്ചുകൾക്കും പ്രതിഷേധങ്ങൾക്കും കൂടിയാണ് തുടക്കമിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം മുനമ്പം, ചെല്ലാനം ഉൾപ്പെടെ വിവിധ മേഖലകളിലും തലസ്ഥാന ജില്ലയിലടക്കം വിവിധ ക്രൈസ്തവ സംഘടനകളും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മുതൽ ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്ന സമീപനം, അത് ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. മുനമ്പം ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കൊപ്പം ബി മാത്രമാണ് തുടക്കം മുതൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരം സാധാരണ ജനങ്ങൾക്കും ഒപ്പം തന്നെ ജനിച്ച മണ്ണിൽ നിന്ന് പടിയിറക്കപ്പെടുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം അണിചേരാൻ ബി ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ സർക്കാർ നടപടി ശക്തമാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ തീരുമാനം മാറ്റിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കായിരിക്കും ഈ വിഷയം പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം അടക്കം ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയം കേന്ദ്രത്തിലേക്കും ഒപ്പം തന്നെ വലിയ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കും ചർച്ച ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല. അതിന്റെ ഒരു തുടർച്ചയും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ ബി പ്രതിഷേധ മാർച്ചുമായി, പ്രതിഷേധ തിരയുമായി എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ ഒരു ചർച്ച വിളിച്ചിരുന്നു. വഖഫ് മന്ത്രി, ഒപ്പം തന്നെ നിയമമന്ത്രി പി രാജീവ്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അധ്യക്ഷതയിൽ വിളിച്ച ചർച്ചയടക്കം ഈ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് ബി നാളെ പ്രതിഷേധ തിര തലസ്ഥാന ജില്ലയിൽ സെക്രട്ടേറിയറ്റ് മുൻപിലേക്ക് സംഘടിപ്പിക്കുന്നത്. വീണ, ശരി ശാലിനി, ഏതായാലും ഈ അധിനിവേശത്തിനെതിരെയുള്ള സമരം മുഖം മാറുകയാണ്, തലസ്ഥാനത്തേക്കും വ്യാപിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് നാളെ മാർച്ച് നടത്തും ബി